നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പി 400 സീറ്റുകൾ നേടിയാൽ മധുരയിലും കാശിയിലും മഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ. ഡൽഹിയിലെ ലക്ഷ്മി നഗറിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ഹർഷ് മൽഹോത്രയെ പിന്തുണച്ച് ഒരു പൊതുയോഗത്തിലാണ് ശർമ്മ ഇക്കാര്യം പറഞ്ഞത്. ബി.ജെ.പി സർക്കാർ അയോധ്യയിൽ രാമക്ഷേത്രം വാഗ്ദാനം ചെയ്തിരുന്നു. സർക്കാർ വാഗ്ദാനം പാലിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയെന്നും ശർമ്മ വ്യക്തമാക്കി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ എ.പി രാജ്യസഭാ എം.പി സ്വാതി മാലിവാളുമായി നടന്ന സംവാദത്തിൽ വൈസ് പ്രസിഡന്റ് സ്വമേധയാ നടപടി സ്വീകരിക്കണമെന്നും ശർമ്മ ആവശ്യപ്പെട്ടു. ഡൽഹി ചീഫ് സെക്രട്ടറിയായ കേജ്രിവാൾ മർദ്ദിച്ചതായി നേരത്തെ ആരോപണമുണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹം ഒരു രാജ്യസഭാ എം.പിയെയും മർദ്ദിച്ചു. രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി സ്വമേധയാ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ കരുതുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു രാജ്യസഭാ എം.പിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നും ശർമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു അംഗം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് തന്നെ ആക്രമിച്ചതായി മാലിവാൾ തിങ്കളാഴ്ച സിവിൽ ലൈസൻസ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടിരുന്നു. ഇതിനെ പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ലാൽകെലിയെയും ചെങ്കോട്ട, കുത്തബ് മീനാറുമാണ് തലസ്ഥാനത്തെ പ്രധാന ആകർഷണങ്ങൾ. എന്നാൽ മോശം അവസ്ഥയിലുള്ള മെഹല്ല ക്ലിനിക്കുകൾ കാണിക്കാൻ ദില്ലി മുഖ്യമന്ത്രി ആളുകളെ ക്ഷണിക്കുന്നുവെന്ന് എ.പി ആക്രമിച്ചുകൊണ്ട് ശർമ്മ പറഞ്ഞു. അതേസമയം ആസാമിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുന്നുണ്ട് എന്നും ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നാൽ സർക്കാർ രാജ്യ തലസ്ഥാനത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക എം.എൽ.എ അഭയ് വർമ്മ, ഡൽഹി ബി.ജെ.പി ഡെപ്യൂട്ടി പ്രസിഡന്റ് ലാല ഗുപ്ത തുടങ്ങിയവർ നിരവധി ബി.ജെ.പി നേതാക്കളും പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു.